ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓൾട്ടോ 800 കാറിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരുതി ഓൾട്ടോ 800 ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ആദ്യത്തെ ലോട്ട് എന്ന് പറയാവുന്ന ഒരു വണ്ടിയാണിത്. തൊടുപുഴ ഇൻഡസ് മോട്ടോഴ്സിൽ നിന്നാണ് ഞാൻ അന്ന് ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. ഈ 8 വർഷത്തെ ഉപയോഗത്തിനുള്ളിൽ എനിക്ക് തോന്നിയ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 800cc 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയുടെ ഹൃദയം. ഇത് LXI മോഡലാണ് ഈ വണ്ടി. ഇറങ്ങിയ സമയത്ത് ഇതിന് VXI ഉണ്ടായിരുന്നില്ല, അതിനുശേഷം VXI വന്നു. ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിന് LXI പ്ലസ് എയർ ബാഗ്, 2 എയർ ബാഗ് എന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഏറ്റവും ടോപ്പ് മോഡൽ. ഇത് എയർ ബാഗ് ഇല്ലാത്ത വണ്ടിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുക്കുമ്പം മാരുതിയുടെ സർവീസ് നെറ്റ്വർക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യയിലെ എവിടെയും വിപുലമായിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക് മാരുതിക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ. അപ്പോൾ ആ സർവീസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് ഓൾട്ടോ 800-ന്. എനിക്ക് മാക്സിമം ഇത്ര നാൾ ഉപയോഗിച്ച മാക്സിമം എനിക്ക് സർവീസിന് വേണ്ടി വന്നിട്ടുള്ള ഒറ്റ സർവീസിൽ വന്നിട്ടുള്ള 6000 രൂപയാണ് മാക്സിമം വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയാണ് ബാക്കി സർവീസിനെല്ലാം വന്നേക്കണേ. ഇതാണ് പ്രധാന ഒരു ഗുണം. അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു സമയത്തും വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വഴി കിടക്കേണ്ടി വന്നിട്ടില്ല. അതായത് ടയർ പഞ്ചറായിട്ട് പോലും വഴി കിടക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആകെ വണ്ടിയിൽ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടുള്ള പാർട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ബാറ്ററി, പിന്നെ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ്, ഇത് മാത്രമാണ് ഈ വണ്ടിയിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ടെറൈൻസിലും ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടിമുടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കൊണ്ട് കയറിപ്പോയി അത്യാവശ്യം നല്ല കയറ്റമായിരുന്നു അത്. പക്ഷേ ഇതുവരെ ഈ വണ്ടി ഓടിച്ചിട്ട് ഒരിടത്തും വലി മുട്ടിയിട്ട് വണ്ടി കയറി പോകാതെ വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് അത്യാവശ്യം നല്ല പിക്കപ്പുള്ള വണ്ടിയാണിത്. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കയറ്റം വലിച്ചു കയറി പോയിക്കോളും. ഇത് ഇതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി, സുരക്ഷ, കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം ഒരു പടി മുന്നിലാണ് ഓൾട്ടോ 800. നിങ്ങൾ ഇത്ര നേരം കണ്ട വീഡിയോ രാജക്കാട് അടുത്ത് പൊന്മുടി ഡാമിൻ്റെ ആ പരിസരത്തുള്ള വീഡിയോ ആയിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് ആ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം നല്ല മഴ പെയ്തു. അത് കഴിഞ്ഞപ്പോൾ മഴ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇന്ന് വേറെ ഒരു ദിവസം വേറെ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഓൾട്ടോയുടെ ഗുണങ്ങളും ദോഷങ്ങളെയും പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ വണ്ടിയുടെ കുറച്ച് പോരായ്മകൾ പറയാം. സാധാരണ മറ്റ് 800cc വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വലിയ പോരായ്മകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഞാൻ ഈ 8 വർഷം ഉപയോഗിച്ചതിൻ്റെ എനിക്ക് തോന്നിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ പെയിൻറ് ക്വാളിറ്റി, അതിൽ ഒരു ഇച്ചിരിയോടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ സ്ക്രാച്ചസ്, നമ്മൾ ഈ ചെറിയ വീതി കുറഞ്ഞ വഴി കൂടെ പോകുമ്പോൾ ഈ സൈഡിലുള്ള ചെടികളോ അല്ലെങ്കിൽ ചെറിയ പുല്ലുകളൊക്കെ തട്ടിയാൽ പോലും ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഉണ്ട്. അത് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒത്തിരി അങ്ങനെ ദൂരം നോക്കിയാൽ കണ്ടതില്ല. എന്നാലും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ബോണറ്റയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ പെയിൻ ക്വാളിറ്റി ഒരു ഇച്ചിരിയോടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ബ്രേക്കാണ്. നമ്മളിച്ചിരി പവർ കൊടുക്കണം ഇത് വണ്ടി നിൽക്കണമെങ്കിൽ. മറ്റു മാരുതിയുടെ വണ്ടികളെയും ഇതിനൊക്കെ കൂടിയ വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ശക്തിയിൽ ചവിട്ടിയാലേ വണ്ടി നിൽക്കുകയുള്ളൂ. അതും ഒരു ഇച്ചിരിയോടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നി.
പിന്നെ അടുത്തത് ഈ AC ഇട്ട് കഴിഞ്ഞാൽ മറ്റ് 800cc വണ്ടികളെ പോലെ തന്നെ AC ഇട്ട് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് പൊമ്മും. നല്ല കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ AC ഇട്ടുണ്ടെങ്കിൽ ചിലപ്പം വലിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് കയറി പൊക്കോളും. അപ്പം അതൊരു ചെറിയൊരു പോരായ്മയാണ്. AC ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു പമ്മലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി അല്പം കൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നി. ഇപ്പോൾ സീറ്റുകളാണെങ്കിലും ഫാബ്രിക് സീറ്റാണ് വന്നത്. അത് അത്ര കംഫർട്ടായിട്ടുള്ളൊരു സീറ്റല്ല. കുറച്ചുകൂടി സീറ്റ് നന്നാക്കാമായിരുന്നു, കുറച്ചുകൂടെ കുഷൻ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നി. പിന്നെ ഇൻറ്റീരിയറിൽ ബാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും അല്പം കുറവാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്ററായ ഇയോണിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഒരിച്ചിരി പുറകിലാണ് നിൽക്കണത്. പിന്നെ ഞാനിത് LXi മോഡലാണ് വണ്ടി എടുത്തത്. LXi മോഡലിൽ നമ്മൾ എടുത്തു കഴിയുമ്പം സെറ്റ് കൂടെ വരുന്നില്ല, ഈ സൈഡ് ക്ലാഡിംഗ് ഇല്ല, ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ പോലും വണ്ടിയുടെ കൂടെ വന്ന അക്സസറി അല്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ അത്യാവശ്യമുള്ള കുറച്ച് അക്സസറീസും കൂടെ അതിൻ്റെ കൂടെ വണ്ടിയുടെ കൂടെ ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഈ പറഞ്ഞ ചെറിയ പോരായ്മകൾ മാത്രമാണ് എനിക്ക് ഓൾട്ടോയ്ക്ക് ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത്. ഓൾട്ടോ 800ൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഏത് ശ്രേണിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ വണ്ടി അനുയോജ്യം എന്നും കൂടെ പറയാം. ഈ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ഫാമിലിക്ക്, അല്ലെങ്കിൽ ബൈക്ക് മാറിയിട്ട് ഒരു കാർ എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഈ ഓൾട്ടോ 800 എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടോ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അടിയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.